മെയ് മാസം 3-ാം തീയതിയാണ് നീറ്റ് എക്സാം നടന്നത്. പരീക്ഷ നടന്ന് കൃത്യം 4-ാം ദിവസം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തി. ഓർക്കുക, ആരും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതല്ല, പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ കണ്ടെത്തിയ കാര്യമാണിത്. ക്രമക്കേട് നടന്നു എന്ന് മനസ്സിലാക്കി അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം പരീക്ഷ റദ്ദാക്കുന്നു. മെയ് മാസം 15-ന് ധർമ്മേന്ദ്ര പ്രധാൻ പത്രസമ്മേളനം വിളിച്ച് പേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിക്കുകയും അന്ന് തന്നെ പുനഃക്രമീകരിച്ച പരീക്ഷാ ഡേറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. ചോദ്യപേപ്പർ ചോരാതെയിരിക്കാൻ എല്ലാ പേപ്പറുകളും കമ്പ്യൂട്ടർ എൻക്രിപ്റ്റഡ് സംവിധാനത്തോടെയാണ് തയ്യാറാക്കിയതും നടത്തിയതും. ജൂൺ 21-ന് നീറ്റ് എക്സാം നടത്തി. ജൂലൈ 16-ന് റിസൾട്ടും അനൗൺസ് ചെയ്തു. ഇതിനിടയിൽ പേപ്പർ ചോർച്ച നടത്തിയ 13 പേരെ CBI അറസ്റ്റ് ചെയ്തു. അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റാണ് ഇതെല്ലാം ചെയ്തത് എന്നോർക്കണം. ചോദ്യപേപ്പർ ചോർച്ച നടത്തിയവരെ അറസ്റ്റ് ചെയ്തു, പരീക്ഷ പുനഃക്രമീകരിച്ചു, ശക്തമായ സംവിധാനങ്ങളോടുകൂടി പരീക്ഷ നടത്തി. പിന്നെന്തിനാണ് CJP സമരം ചെയ്യുന്നത്? നീറ്റ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് നഷ്ടപരിഹാരം വേണമെന്നാണെങ്കിൽ അത് സർക്കാരുമായി ചർച്ച നടത്തിയാൽ നടന്നു പോകുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതൊന്നുമല്ല ആദ്യം മുതൽക്കേ അവരുടെ ലക്ഷ്യം. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യത്തെ ഡിമാൻഡുകൾ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി രാജിവെക്കണം, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊന്നിലേക്ക് കൂറുമാറി പോകാൻ പാടില്ല എന്ന തരത്തിൽ നിയമം കൊണ്ടുവരണം, UP ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സമൂല മാറ്റങ്ങൾ വരണം, മറ്റ് 6 ഇലക്ഷനെ ബാധിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ ചെയ്യണം. അവിടെ നിന്നാണ് ഏതോ ഒരു ഹുക്ക് പോയിന്റിൽ നീറ്റ് പേപ്പർ ചോർച്ച അവർ വിഷയമാക്കുന്നത്. ഇനി നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. സോനം വാങ്ചുങ്ങിനെ ആശുപത്രിയിൽ കണ്ട് JP നദ്ദയും മന്ത്രിമാരും ആത്മഹത്യ ചെയ്തവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഒപ്പം പാർലമെന്റ് യോഗം കൂടുമ്പോൾ നീറ്റ് വിഷയവും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ചർച്ചയ്ക്ക് വെക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും മുന്നിൽ വെച്ചപ്പോൾ സോനം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പ്രതിഷേധക്കാർക്കെതിരെ നിയമപരമായ നടപടി എടുക്കരുത് എന്നാണ്. അതുകൂടി ഉറപ്പ് കിട്ടിയാൽ മാത്രമേ നിരാഹാരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നും പറയുന്നു. ഇക്കണ്ട വണ്ടിയും പൊതുമുതലും നശിപ്പിച്ചതിന്, സുരക്ഷാ സേനയെ ആക്രമിച്ചതിന്, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതിനൊന്നും കേസെടുക്കരുതെന്നാണ് പറയുന്നത്. ഇതൊന്നും ചെയ്യരുത് എന്ന് സോനത്തിന് വേണമെങ്കിൽ ഈ പാറ്റകളോട് തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ അത് ചെയ്യില്ല. അവിടെ തല്ലിപ്പൊളിച്ച വാഹനങ്ങൾക്ക്, പൊതുമുതലുകൾക്ക് ഒന്നും തന്നെ അക്കൗണ്ടബിലിറ്റി വേണ്ട എന്നാണ് അവരുടെ വാദം. അതൊക്കെ BJPക്ക് മാത്രം പറഞ്ഞതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു ദയാദാക്ഷിണ്യവും ഇവരോട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരനീതി നടന്നാൽ അസ്തമയത്തിന് മുമ്പ് പ്രക്ഷോഭം നടക്കണമെന്നാണ് വെപ്പ്. പക്ഷേ ആ പ്രക്ഷോഭം തന്നെ ഒരു അനീതിയായി മാറുന്നുവെങ്കിൽ, അത് ഈ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡതയോ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ഒന്നും നോക്കരുത്. സൂര്യോദയത്തിന് മുൻപ് തന്നെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അത് അടിച്ചമർത്തപ്പെടണം. ആ പ്രക്ഷോഭം അടിച്ചമർത്തപ്പെടുക തന്നെ ചെയ്യും.